മനുഷ്യൻ പേടിക്കാത്ത എന്താ ഉള്ളത്? സ്വാഭാവികമായിട്ടും ഏറ്റവും തുടക്കത്തിൽ നിൽക്കുന്നത് മരണഭയം തന്നെയാണ്. ചിലർക്ക് ഈ മരണഭയത്തെക്കാളും വലുതാണ് ആൾക്കൂട്ടത്തെ ഭയം. സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന സംഗതി വേറെ തന്നെ ലെവൽ ഓഫ് ഭയമാണ്. അപ്പോൾ എനിക്കൊന്നും പറ്റരുത്, എനിക്കൊരു ഡാമേജും പറ്റരുത്, എന്റെ പേരിന് ദോഷം വരരുത്, എന്നെ എല്ലാവരും പുകഴ്ത്തി സംസാരിക്കണം. ഈ ഒരു സംഭവമാണ് നമ്മുടെ ഫ്രീഡം കളയുന്ന ഒരു സംഗതി. ഈ ആഗ്രഹം കൂടുന്തോറും ഓഫ് കോഴ്സ് അതിന്റെ ഒപ്പം ഈ ഭയം കൂടി വരും. ഭഗവത്ഗീത നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, നീ ശരീരമല്ല നീ മനസ്സല്ല എന്നുള്ളത്. ഒരു സംഗതി പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നതും അല്പം മനസ്സിലാവുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അദ്ദേഹത്തോട് ആലോചിച്ചു വാട്ട് യു ഗെയിൻ ഫ്രം മെഡിറ്റേഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി യു ഡോണ്ട് ഗെയിൻ എനിത്തിങ്, യു ലൂസ് എവറിത്തിങ് എന്നാണ്. അതായത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തൊരു സംഭവമാണ് ഞാൻ. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിലേക്ക് വെളിച്ചമേകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഗീതാ ആചാര്യനായ ശ്രീ സജി നിസാനാണ്. സർ നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ഭയം അവസാനിക്കുന്നിടത്ത് ജീവിതം തുടങ്ങുന്നു എന്ന് ആചാര്യന്മാരായ മഹാന്മാരായ പല ആളുകളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിക്കും ഗീതയിൽ എന്താണ് അത് പറയുന്നത്? നമുക്കൊരു കഥയിൽ നിന്ന് തുടങ്ങാം. പണ്ടൊരു എലി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ ഒന്ന് പൂച്ചയാക്കി മാറ്റണേന്ന്. കാരണം എലി കുറെ കാലമായിട്ട് ഈ പൂച്ചനെ ഭയന്ന് എലിക്ക് ജീവിതം തന്നെ മടുത്തിരിക്കുകയാണ്. കാരണം എലിയുടെ ചിന്തകളും എലിയുടെ ഓരോന്നും പിന്നെ പൂച്ച മാത്രമേ മാറി. എവിടെ നോക്കിയാലും പൂച്ചനെ വെറുതെ കാണാനൊക്കെ തുടങ്ങി. അങ്ങനെ എലിയുടെ ജീവിതം മടുത്തു എലിക്ക്. അവസാനം എലിക്ക് തോന്നി പൂച്ചയായി കഴിഞ്ഞ പിന്നെ ജീവിതം രക്ഷപ്പെട്ടു, പിന്നെ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എലി പൂച്ചയാവാൻ പ്രാർത്ഥിച്ചു. ദൈവം എന്തോ പ്രാർത്ഥന കേട്ടു, എലിനെ പൂച്ചയാക്കി. കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നു. കുറച്ച് കഴിയുമ്പോൾ കാണാം പട്ടി വരാൻ തുടങ്ങി മുന്നിൽ, പട്ടി പേടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പട്ടിനെ ഭയക്കാൻ തുടങ്ങി. അപ്പൊ നേരത്തെ എലീനെ ഇരുന്ന് ഭയം, ഇപ്പോൾ പൂച്ചയപ്പോ പട്ടിനെ ഭയക്കാൻ തുടങ്ങി. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി പട്ടീനെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അവസാനം പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്നെ ഒന്ന് പട്ടിയാക്കി മാറ്റണേ. അങ്ങനെ ദൈവം വീണ്ടും പ്രാർത്ഥന കേട്ടു, ദൈവം പട്ടിയാക്കി മാറ്റി. പട്ടിയായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി ഭയങ്കര ധൈര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ നടന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ കല്ലുവലിച്ചൊക്കെ എറിയാണ്. മനുഷ്യരെ കൊണ്ടാ വലിയ ശല്യം പട്ടിക്ക്. അങ്ങനെ പട്ടിക്ക് തോന്നി ഈ ലോകത്ത് ആരെയും പേടിക്കാണ്ട് ജീവിക്കുന്ന ഒരേ ഒരാള് മനുഷ്യനാണ്. പട്ടി കാണുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പട്ടി വിചാരിക്കുകയാണ് മനുഷ്യനായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലത്തെ ഒരു ജീവിതമായിരിക്കും മനുഷ്യനായി കഴിഞ്ഞാൽ. ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൺട്രോളിലാണ്, മനുഷ്യനായാൽ മതി. അങ്ങനെ പട്ടി മനുഷ്യനാവാൻ പ്രാർത്ഥിച്ചു. നാച്ചുറലി വീണ്ടും ദൈവം ഉടനെ തന്നെ കേൾക്കണ ആളാ ദൈവം വീണ്ടും പ്രാർത്ഥന കേട്ടു, പട്ടി മനുഷ്യനായി മാറി. മനുഷ്യനായി ജനിച്ച് ജീവിച്ചൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല രസമാണ്. പക്ഷെ പിന്നെയാണ് മനസ്സിലാവുന്നത് മനുഷ്യനെ എന്തൊക്കെ പേടിയാ, എന്തൊക്കെ നേരിടൽ മാത്രമല്ലോ. മനുഷ്യൻ പേടിക്കാത്ത എന്താ ഉള്ളത്? മനുഷ്യന്റെ പേടികളെ കുറിച്ചൊരു റിസർച്ച് പണ്ട് ജപ്പാനിൽ നടന്നിരുന്നു. അപ്പൊ അതില് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഭയങ്ങളെ കുറിച്ച് ഒരു പഠനം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 5 ഭയം. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും തുടക്കത്തിൽ നിൽക്കുന്നത് മരണഭയം തന്നെയാണ്. പക്ഷെ ചിലർക്ക് ആ പഠനത്തിന്റെ ഒരു കൗതുകം, ചിലർക്ക് ഈ മരണഭയത്തെക്കാളും വലുതാണ് ആൾക്കൂട്ടത്തെ ഭയം. ഈ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഈ അടുത്തൊരു റിസർച്ച് പറയുന്നുണ്ടായിരുന്നു, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത ആളുകളിൽ പോലും ഒരു 56% ആൾക്കാരോളം സ്റ്റേജിനെ ഫിയർ ചെയ്യുന്നുണ്ട്, ആൾക്കൂട്ടത്തെ ഫിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ആർട്ട് ഓഫ് ലിവിങ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കുറച്ചു കാലം ദുബായിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ 2 ഉദാഹരണം പറയാം. ഈ 777 ഒരു ബോയിങ് ഉണ്ട്, നമ്മുടെ 777 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 450ഓളം പാസഞ്ചേഴ്സ് കൊള്ളുന്ന ഒരു ഭയങ്കര ഒടുക്കത്തെ വലിപ്പമുള്ള ഒരു വിമാനമാണ്, എയർബസ്. അപ്പോൾ ഇത് ഓടിക്കുന്ന ആളെ ക്യാപ്റ്റൻ എന്നാ പറയാം. സാധാരണ പൈലറ്റ് എന്നാണ് പറഞ്ഞെങ്കിൽ ഇതിനെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത്. കാരണം അയാളൊരു അത്രയും വലിയൊരു സംഭവം കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഓടിക്കുന്ന ഒരാൾ, ഒരു ഗുജറാത്തി, അയാള് എൻ്റെ ക്ലാസ് ചെയ്യാൻ അവിടെ വന്നിരുന്നു ദുബായിൽ വെച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ആരാധനയോടുകൂടിയിട്ടാണ് ഇയാളെ നോക്കുന്നത്. കാരണം 777 ബോയിങ് ഓടിക്കുന്ന ക്യാപ്റ്റനാണല്ലോ നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഒന്നിനെയും ഭയക്കാത്ത ആളായിട്ടാണ് അയാളെ നമ്മൾ കാണുന്നത്. പക്ഷെ മൈക്ക് എടുത്തിട്ട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ കൈ വരച്ചിട്ട് പുള്ളിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സംഗതി വേറെ തന്നെ ലെവൽ ഓഫ് ഭയമാണ്. ഇത് ഒരു ഇൻസിഡന്റ്. രണ്ടാമതൊരു ഇൻസിഡന്റ്, ഒരിക്കൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത് ആ പ്രദേശത്തുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടറിനാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ആ ചെറുപ്പകാലത്ത് ഒരു ഭീകര പേടി സ്വപ്നമായിട്ടുള്ള ഒരാളാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർ.
പക്ഷെ പുള്ളി വന്നിട്ട് മൈക്ക് എടുത്തിട്ട് പുള്ളിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. പുള്ളി ബോൾ എടുത്തിട്ട് ഒരു എറിഞ്ഞിട്ട് ഞാനിതാ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്നിട്ട് ഒറ്റ ഓട്ടോടി. അപ്പോൾ എനിക്കിത് ഭയങ്കര അത്ഭുതമാണ്. ആൾക്കാരെ എന്തുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തെ ഭയക്കണതിന്റെ മെയിൻ കാരണം എന്നുള്ളത്. അപ്പോൾ അത് വന്നെത്തണത് ഒറ്റ റീസണിലാണ്, ആൾക്കൂട്ടത്തെ ഭയക്കുന്നത് എന്നുള്ളത്. ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള ഭയം. ഞാൻ തെറ്റിപ്പോയാൽ ഞാൻ ആളുകളുടെ മുമ്പിൽ ചെറുതായി പോയാൽ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഞാൻ പറയണത് ശരിയായില്ലെങ്കിൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. പിന്നെ നമ്മൾ ഒരു ഇമേജ് കോൺഷ്യസ് ആണല്ലോ, ഭയങ്കരമായിട്ട് ഇമേജ് കോൺഷ്യസ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കാലം മുന്നേറും തോറും നമ്മുടെ ഇമേജ് കോൺഷ്യസ് ഇതിൽ കൂടി വരുന്നതാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ എഫക്റ്റും എല്ലാം കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ വർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ആൾക്കാർ വളരെ നല്ലത് വിചാരിക്കണം, എന്നെക്കുറിച്ച് ആൾക്കാർ നല്ലതേ പറയാൻ പാടുള്ളൂ, നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ, എനിക്ക് എപ്പോഴും ഒരു നല്ല വാലിഡേഷൻ വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിച്ചു പോകണത്. കറക്റ്റല്ലേ സ്വന്തം? ഈ ഒരു സംഭവമാണ് നമ്മുടെ ഫ്രീഡം കളയുന്ന ഒരു സംഗതി. ഞാൻ എന്നുള്ളൊരു ഭാവം, അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ആ ഈഗോനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും പറ്റരുത്, എനിക്കൊരു ഡാമേജും പറ്റരുത്, എൻ്റെ പേരിന് ദോഷം വരരുത്, എന്നെ എല്ലാവരും പുകഴ്ത്തി സംസാരിക്കണം, എന്നെ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യണം, എന്നെക്കുറിച്ച് എല്ലാവരും അഭിനന്ദനങ്ങൾ മാത്രം ചൊരിയണം, എനിക്ക് റെസ്പെക്ട് കിട്ടണം, എനിക്ക് പദവി കിട്ടണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഭയം കൂടി വരും. ഈ ആഗ്രഹം കൂടുന്തോറും ഓഫ് കോഴ്സ് അതിൻ്റെ ഒപ്പം ഈ ഭയം കൂടി വരും. കാരണം ഒന്നെങ്കിൽ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം വരും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം വരും, അല്ലെങ്കിൽ പ്രശംസിക്കുന്നവർ അപമാനിക്കുമോ എന്നുള്ള. നമ്മൾ പ്രശംസ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം നമ്മൾ അപമാനത്തെ ഭയക്കുന്നുണ്ടല്ലേ? കറക്റ്റല്ലേ? ആർക്കൊക്കെ ഈ പ്രശംസ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് അവർക്കിങ്ങനെ എപ്പോഴും കോംപ്ലിമെന്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊരു ചെറിയ ഗുഡ് ഇമേജ് ഓഫ് കോഴ്സ്, അവരൊരു ചെറിയ ഇൻസൾട്ടിൽ തന്നെ തകർന്ന് തെരിപ്പണമായി പോണേ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ഇൻസൾട്ട് അത് അവർക്ക് എടുക്കാൻ പോലും പറ്റില്ല. കാരണം അവർക്ക് അത് 100% പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗായികയുടെ സിസ്റ്റർ അവരെക്കാളും നല്ല മികച്ച ഗായികയായിരുന്നു. പക്ഷെ ഏതൊരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ആരോ ഒന്ന് കൂവിയത് കാരണമാണ് പിന്നെ ഒരിക്കലും പാടാതിരുന്നുള്ളത് അവർ തന്നെ പറഞ്ഞു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ കുറിച്ച് ആൾക്കാരെ നല്ലത് പറയണം, നമ്മളെ കുറിച്ച് ആൾക്കാരെ നല്ലത് ചിന്തിക്കണം, നമ്മളെ കുറിച്ച് എപ്പോഴും ഒരു ബഹുമാനത്തോടെ ആൾക്കാരെ നോക്കി കാണണം. ഈ ചിന്തയുടെ പിന്നിലൊക്കെ ഈ അപമാന ഭയവും തോൽവി ഭയവും ഒക്കെ കിടക്കുകയാണ് ശരിക്കും. അപ്പൊ ഇത്തരം ഭയങ്ങളെ അതിജീവിക്കാനാണ് ഭഗവത്ഗീത നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, നീ ശരീരമല്ല നീ മനസ്സല്ല എന്നുള്ളത്. കാരണം നമ്മളുടെ ഈ ഭയത്തിന്റെ പിന്നിലൊക്കെ ഞാൻ ശരീരമാണ് ഞാൻ മനസ്സാണെന്നുള്ള ചിന്തയാണ്, അല്ലെ? കറക്റ്റ് അല്ലേ? അതിന്റെ അപ്പുറമാണ് ഞാൻ എന്നുള്ള ചിന്ത ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വലിയ പാടാണ്. കാരണം നമ്മളിങ്ങനെ ഭയങ്കര കണ്ടീഷൻഡ് ആണ്. ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരത്തിന് എന്ത് സംഭവിക്കണത് എനിക്ക് സംഭവിക്കുന്നതിന് തുല്യമാണ്. ഈ ശരീരം വയസ്സാകുമ്പോൾ ഞാൻ വയസ്സാകുന്നു, ഈ ശരീരം ക്ഷീണിക്കുമ്പോൾ ഞാൻ ക്ഷീണിക്കുന്നു, ഈ ശരീരത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ എനിക്കെന്തോ നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ ശരീരത്തിനെ ബാധിക്കുന്നതൊക്കെ എന്നെ ബാധിക്കുന്നതായിട്ടും ഈ മനസ്സിനെ ബാധിക്കുന്നതൊക്കെ എന്നെ ബാധിക്കുന്നതായിട്ടും ഇതിലൊന്നും ബാധിക്കാത്തൊരു സാധനമാണ് ഞാൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതായത് ഞാൻ ഈ മനസ്സല്ല ഞാൻ ഈ ശരീരമല്ല എന്ന് ഭഗവത്ഗീത പല അധ്യായങ്ങളിലൂടെ നമ്മളിങ്ങനെ പല രീതിയിലാണ് ഭഗവാൻ അത് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ അത് ഓഫ് കോഴ്സ് അത് ഒരു എന്താ പറയാ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആവുന്നതും അതൊരു അറിവായിട്ട് മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കറക്റ്റ് അല്ലേ സാറിന്? ഒരു സംഗതി പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നതും അല്പം മനസ്സിലാവുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടൊരു ബോധ്യപ്പെടലിന്റെ ഒരു അല്പം അംശത്തിലേക്കെങ്കിലും നമുക്ക് എത്താൻ സാധിച്ചാലേ നമുക്കൊരു ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടും. പിന്നെ നമ്മൾ ഈ കോംപ്ലിമെന്റ്സിന്റെ പിന്നാലെ അപ്രീസിയേഷന്റെ പിന്നാലെ ശരിക്കും അതൊരു ഭാരമാണ്, ഭയങ്കര ഭാരമാണ്. കാരണം ആ ഭാരമാണ് നമ്മുടെ സ്വാതന്ത്ര്യം കളയുന്നത് ശരിക്കും. കാരണം നിങ്ങൾ എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കണം, നിങ്ങൾ എന്നെ കുറിച്ച് നല്ലത് കരുതണം, നല്ല അത് തന്നെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കളയുന്ന കാര്യമല്ലേ? നേരെ വെച്ച് നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോ എന്ന് വിചാരിച്ചാല് നമ്മുടെ എല്ലാ എന്താ പറയാ നമുക്ക് ഭയങ്കര ഫ്രീഡം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ആ ഫ്രീഡത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിന്ത, ഈ ബോധ്യപ്പെടല്, ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി കംപ്ലീറ്റ്ലി ഫ്രീ. അപ്പൊ ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ ഭയത്തെ ഒഴിവാക്കാൻ പറ്റില്ലാത്തൊരു വികാരം ആണ് ഭയം. അല്ല, ഭയം എപ്പോഴും എന്തോ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ശരീരം, അല്ലെങ്കിൽ പേര്, അല്ലെങ്കിൽ അന്തസ്, അല്ലെങ്കിൽ പണം. ഭയം എപ്പോഴും എന്തോ നഷ്ടപ്പെടും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണല്ലോ ഈ ഭയം ഉള്ളത്. നഷ്ടപ്പെടാൻ എനിക്ക് ഒന്നുമില്ല എന്നുള്ള ഒരു ബോധ്യപ്പെടൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തട്ടിയെടുക്കാൻ പറ്റാത്തതായിട്ടാണ് എൻ്റെ കയ്യിലുള്ള സംഭവം. ഇപ്പൊ എന്റെ ചേതനയെ ആർക്കാണ് തട്ടിയെടുക്കാൻ പറ്റുന്നത്? എന്റെ ചേതനയെ ആർക്കാണ് മുറിപ്പെടുത്താൻ പറ്റുന്നത്?
അതിനെ ആർക്കാണ് മാറ്റാൻ സാധിക്കുന്നത്? അത് അൺടച്ച്ഡ്, അൺടൈംഡ്, അൺസ്റ്റെയിൻഡ്, എവർ പ്യുവർ കോൺഷ്യസ്നെസ് ആണ്. ശുദ്ധമാണ്. അതിനെ കരിയിക്കാനോ നനക്കാനോ തുടക്കാനോ ഒന്നും സാധിക്കില്ല. അത് അൺടച്ച്ഡ് ആണ്. അത് ഒരു അല്പം ധ്യാനത്തിലൂടെ, ഭഗവത്ഗീത പാരായണത്തിലൂടെ ഒക്കെ ഒന്ന് ബോധ്യപ്പെട്ടാൽ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ കോൺഫിഡൻസിന് വെല്ലാൻ പറ്റുന്ന കോൺഫിഡൻസ് ഈ ലോകത്തുണ്ടാവില്ല. ഇപ്പൊ അങ്ങ് പറയുകയുണ്ടേ, നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ആൾക്ക് ഭയമില്ല. ഇത് അത് പറഞ്ഞപ്പോ ഞാനൊരു അല്ല, അത് സാധാരണ ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ ഭയക്കൂല എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ടോണിലാണ് നമ്മൾ കേൾക്കുക. നമ്മൾ സിനിമ സ്റ്റൈലിൽ കണ്ടിട്ടില്ലേ, വെല്ലുവിളിക്കാൻ പറ്റുന്ന ഗുണ്ടകളൊക്കെ പറയുന്ന ഡയലോഗാണ് എന്ത്, നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല. വാസ്തവത്തിൽ അത് ആ ടോണല്ല. അതിന് നഷ്ടപ്പെടാൻ നമുക്ക് ഒന്നുമില്ല എന്നുള്ളത് ഒരു ഭയങ്കര ആത്മീയ തലത്തില് വളരെ സാത്വികമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് ഇതൊരു സിനിമാറ്റിക് ഒരു ഡയലോഗ് അല്ല. അതാണ് ഞാൻ പറഞ്ഞ. അപ്പൊ ഞാനൊരു ഒരാളുടെ ഒരു എക്സ്പീരിയൻസ്, അതായത് നമുക്കൊക്കെ അറിയാവുന്ന ആളാണ്, നമ്മൾ കേട്ടിട്ടുള്ള ആളാണ്, എഡ്മണ്ട് ഹിലരി. അതായത് എവറസ്റ്റ് കീഴടക്കിയ ആള്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എഴുതിയ അദ്ദേഹം എവിടെയോ പറയുകയോ എഴുതുകയോ ചെയ്തതാണ്. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്റെ കയ്യിലുള്ളതെല്ലാം ഇങ്ങനെ ഉപേക്ഷിച്ച് അത്ര ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ എന്റെ പാത കൂടുതൽ ഈസിയായി, എനിക്ക് പെട്ടെന്ന് അവിടെ റീച്ച് ചെയ്യാൻ പറ്റി, എത്തിച്ചേരാൻ പറ്റി. അപ്പൊ ഇപ്പൊ അങ്ങ് പറഞ്ഞതും ഇതുമൊക്കെ ഏറെക്കുറെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ നമ്മൾ ഭയം ഒഴിവാക്കാൻ കുറച്ചൊക്കെ നമ്മള് കാര്യങ്ങളൊക്കെ വേണ്ട, അല്ലെങ്കിൽ അതിനെപ്പറ്റി കോൺഷ്യസ് ആവാതിരിക്കുക. എഡ്മണ്ട് ഹിലാരിയായിട്ട് ഏകദേശം കണക്റ്റഡ് ആയിട്ടാണ് ശ്രീബുദ്ധനും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, വാട്ട് യു ഗെയിൻ ഫ്രം മെഡിറ്റേഷൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, യു ഡോണ്ട് ഗെയിൻ എനിത്തിങ്, യു ലൂസ് എവറിത്തിങ് എന്നാണ്. അപ്പോൾ വാട്ട് യു ലൂസ് എന്നുള്ളത് നമ്മുടെ അഹങ്കാരവും നമ്മുടെ ഭയവും നമ്മുടെ അറിവില്ലായ്മകളും ആണ്. പക്ഷെ അവിടെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചേക്കുന്നത്. നമ്മളിപ്പോ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാരും വിചാരിക്കുന്നത് നമ്മുടെ പൈസ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ, അതൊക്കെ ഉപേക്ഷിക്കണം ആണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്. അതെ. പക്ഷെ നമ്മുടെ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ നമ്മളിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതെ. അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു പരിധി വരെ ഈ ഭയം ഒഴിവാക്കി നമ്മുടെ ജീവിതം കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ പറ്റും. അതായത് നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഞാൻ എന്നുള്ള ആ ബോധം ഉണ്ടല്ലോ, അഹം, അത് തന്നെ, ആ തിരിച്ചറിവ് തന്നെ.